ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച മാധ്യമ പോരാളികളിൽ ഒരാളായിരുന്നു വാഴ്ത്തപ്പെട്ട ജെയിംസ് അൽബെരിയോണെ. ആധുനിക വാർത്താവിനിമയ മാർഗങ്ങളിലൂടെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിന് സഹകരിക്കുന്ന ആളുകളെ അദ്ദേഹം അപ്പസ്തോലന്മാർ എന്ന് വിളിച്ചു. അവർ ചെയ്ത പ്രവർത്തനത്തെ അദ്ദേഹം അപ്പോസ്തലേറ്റ് എന്നും വിളിച്ചു. 1884 ഏപ്രിൽ 4 ഇറ്റലിയിലെ സാൻ ലൊറൻസോ ഡി ഫസാനോ എന്ന സ്ഥലത്തെ ഒരു പാവപ്പെട്ട കത്തോലിക്ക കുടുംബത്തിലാണ് ജെയിംസ് ജനിച്ചത്. പൊക്കക്കുറവും അനാരോഗ്യവും ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പഠനത്തിൽ വളരെ മിടുക്കനായിരുന്നു. പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു പുരോഹിതനാകാനുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം വൈദിക വിദ്യാർത്ഥിയായി ആൽബായിലെ രൂപതായ സെമിനാരിയിൽ ചേർന്നു. 1900 ഡിസംബർ 31 ലോകം 20-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിവ്യനാഥന്റെ മുൻപിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് മണിക്കൂറുകളോളം അദ്ദേഹം പുതിയ നൂറ്റാണ്ടിനായി പ്രാർത്ഥിച്ചു. ദൈവത്തിനും പുതിയ നൂറ്റാണ്ടിലെ ജനതകൾക്കും വേണ്ടി പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാൻ കർത്താവ് തന്നെ വിളിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തീവ്രമായ ഒരു അവബോധം ഉണ്ടായിരുന്നു. ആളുകളുടെ മനസ്സിനെ വിഷലിപ്തമാക്കുന്നതിൽ മോശം മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കിനെപ്പറ്റി അക്കാലത്ത് പലരും ആശങ്കാകുലരായിരുന്നു. ജെയിംസ് നല്ല ഒരു പുസ്തക വായനക്കാരനായിരുന്നു. നല്ലതോ ചീത്തയോ എന്ന് വേർതിരിക്കാതെ എല്ലാത്തരം പുസ്തകങ്ങളും അദ്ദേഹം വായിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ മോശം പുസ്തകങ്ങൾ മനുഷ്യ മനസ്സുകൾക്ക് എത്രമാത്രം ദോഷം ചെയ്യുമെന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ പഠിച്ചിരുന്നു. പുസ്തകങ്ങളും ആധുനിക പ്രസിദ്ധീകരണങ്ങളും ന്യൂസ് പേപ്പറുകളും എല്ലാം ഒന്നൊഴിയാതെ ശ്രദ്ധിച്ചിരുന്ന ജെയിംസിന് പത്രമാധ്യമങ്ങളും റേഡിയോയും സിനിമയും പോലുള്ള ആശയവിനിമയ സംവിധാനങ്ങൾക്ക് ആളുകളിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനത്തെക്കുറിച്ചും നല്ല നിശ്ചയമുണ്ടായിരുന്നു. സുവിശേഷം പങ്കിടുന്നതിനും മനുഷ്യക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും മാധ്യമങ്ങൾ ഉപയോഗിക്കണമെന്ന ശക്തമായ ഉൾക്കാഴ്ച ക്രമേണ അദ്ദേഹത്തിൻ്റെ ക്രിയാത്മകമായ മനസ്സിൽ ഉയർന്നു വന്നു. അന്നു മുതൽ ആധുനിക വാർത്താവിനിമയ മാർഗങ്ങളിലൂടെ സുവിശേഷത്തിൻ്റെ ഒരു അപ്പസ്തോലനും ആശയവിനിമയക്കാരനും എന്ന നിലയ്ക്ക് ഒരു പുതിയ ദിശയിലേക്ക് അദ്ദേഹം നീങ്ങുവാൻ തുടങ്ങി. പുരോഹിതനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം കൂടുതൽ വ്യക്തമായി തീർന്നു. നല്ല മാധ്യമങ്ങളുടെ ഉപയോഗത്തിൽ അദ്ദേഹം സജീവമായി ഇടപെട്ടു. ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സഹായത്തോടെ അദ്ദേഹം ഒരു ചെറിയ അച്ചടിശാല ആരംഭിക്കുകയും ആൽബ രൂപതയുടെ പത്രമായ ഗസറ്റ് ഡി ആൽബ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങുകയും ചെയ്തു. 1914 ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഈ സംരംഭം സൊസൈറ്റി ഓഫ് സെയിന്റ് പോൾ ആയി രൂപാന്തരപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭം വലിയ ജനപ്രീതി നേടുകയും നിരവധി ആളുകളെ ആകർഷിക്കുകയും ചെയ്തു. അടുത്ത വർഷം അദ്ദേഹം സ്ത്രീകൾക്കായി ഡോട്ടേഴ്സ് ഓഫ് സെയിന്റ് പോൾ എന്ന പേരിൽ ഒരു സഭ സ്ഥാപിച്ചു. 1924 സിസ്റ്റർ ഡിസൈപ്പിൾസ് ഓഫ് ദ ഡിവൈൻ മാസ്റ്റർ എന്ന സന്യാസിനി സഭ സ്ഥാപിതമായത്. അദ്ദേഹം 5 സന്യാസ സഭകളും 5 മതേതര സ്ഥാപനങ്ങളും സ്ഥാപിച്ചു. ഇവയെല്ലാം ഒരുമിച്ച് പൗളീൻ കുടുംബം എന്ന് ഇന്ന് വിളിക്കപ്പെടുന്നു. പിന്നീട് അച്ചടിശാലകൾ, പുസ്തക കേന്ദ്രങ്ങൾ, ചലച്ചിത്ര നിർമ്മാണശാലകൾ, റേഡിയോ സ്റ്റേഷനുകൾ, ടെലിവിഷൻ സ്റ്റുഡിയോകൾ എന്നിവയിലൂടെ അപ്പസ്തോലിക പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനായി ഫാദർ അൽബെരിയോണെ തൻ്റെ പുരോഹിതന്മാരെയും സഹോദരന്മാരെയും സഹോദരികളെയും സഹകാരികളെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു. ഫാദർ അൽബെരിയോണിൻ്റെ ജനപ്രീതി അതിവേഗം വർദ്ധിക്കുകയും നിരവധി മാർപ്പാപ്പമാർ പോലും അദ്ദേഹത്തെ പ്രശംസിക്കുകയും ചെയ്തു. വ്യക്തമായ കാഴ്ചപ്പാട്, നിശ്ചയദാർഢ്യം, വലിയ വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം, വഴക്കം, വലുതായി ചിന്തിക്കാനും ആസൂത്രണം ചെയ്യാനുള്ള കഴിവ്
തുടങ്ങി നിരവധി ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ സംബന്ധിക്കാൻ ക്ഷണം ലഭിച്ച ചുരുക്കം ചില സുപ്പീരിയർമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. സുവിശേഷ സന്ദേശം പ്രഘോഷിക്കുന്നതിനും മനുഷ്യരെ ശക്തീകരിക്കുന്നതിനും എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് ആഴത്തിൽ ബോധ്യമുണ്ടായിരുന്നു. ഈ പുതിയ ദൗത്യത്തിനായി, ഈ പുതിയ സേവനത്തിനായി പൂർണ്ണമായും സ്വയം സമർപ്പിക്കാൻ പ്രത്യേക രീതിയിൽ വിളിക്കപ്പെടുന്ന പുതിയ അപ്പസ്തോലന്മാരായ പുരുഷന്മാരെയും സ്ത്രീകളെയും ആവശ്യമായിരുന്നു. 1971 നവംബർ 26 അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം സ്ഥാപിച്ച സഭകളിലും സ്ഥാപനങ്ങളിലും 5000-ലധികം അംഗങ്ങൾ ഉണ്ടായിരുന്നു. ജനങ്ങളുടെ മനസ്സിനെ ദുഷിപ്പിക്കുന്ന മോശം മാധ്യമങ്ങളെ വെല്ലുവിളിക്കാനും പരിശോധിക്കാനും പത്രപ്രവർത്തനത്തെ സഭയുടെ വലങ്കയും ആയുധവും ആക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്തായ സ്വപ്നം. അദ്ദേഹത്തിൻ്റെ മഹത്തായ പാരമ്പര്യം ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർക്ക് പ്രചോദനമായി ഇന്നും തുടരുന്നു. അതുകൊണ്ടാണ് പോൾ 6 മാർപ്പാപ്പ അദ്ദേഹത്തെ നമ്മുടെ കാലത്തെ അത്ഭുതം എന്ന് വിളിക്കുകയും ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ ആശയവിനിമയത്തിൻ്റെ മഹാനായ അപ്പസ്തോലൻ എന്ന് വിളിക്കുകയും ചെയ്തത്. 2003 ഏപ്രിൽ 27 ജോൺ പോൾ 2 മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തി. അച്ചടി മാധ്യമങ്ങൾ, സിനിമ, റേഡിയോ, ടെലിവിഷൻ എന്നീ ശക്തമായ ആധുനിക വാർത്താവിനിമയ മാർഗങ്ങളും യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ നമ്മെ ഓരോരുത്തരെയും അദ്ദേഹം വെല്ലുവിളിക്കുന്നു. അതേ, ആളുകളെ ആത്മീയമായി പരിപോഷിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുവാൻ വേണ്ടി തന്നെ. എന്നാൽ മാധ്യമ ആസക്തി ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഒരു വലിയ ഭീഷണിയായിട്ട് മാറിയിട്ടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഇത് മറ്റു പലതരം ആസക്തികളെക്കാളും വളരെ അപകടകരമായ ഒന്നാണ് താനും. മാധ്യമങ്ങളിലൂടെയുള്ള സുവിശേഷ പ്രവർത്തനം സാധ്യമാണെന്ന് ഒരു നൂറ്റാണ്ടിനപ്പുറം വിശ്വസിച്ച, മാസ് കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അതിനായി അഹോരാത്രം പ്രയത്നിച്ച വ്യക്തിയായിരുന്നു വാഴ്ത്തപ്പെട്ട ജെയിംസ് അൽബെരിയോണെ. അദ്ദേഹത്തിൻ്റെ മാതൃകയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? മോശം മാധ്യമങ്ങളെ നല്ല മാധ്യമങ്ങൾ ഉപയോഗിച്ച് നേരിടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ഇത് ഇന്ന് എല്ലാവരോടുമുള്ള വ്യക്തമായ ഒരു ആഹ്വാനമല്ലേ?